ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ. ഇന്ന് നാം ഭഗവത്ഗീതയെക്കുറിച്ച് ചെറിയ വിചാരം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഭഗവത്ഗീത മനുഷ്യ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും വലിയ പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. മഹാഭാരതത്തിലെ ഒരു അധ്യായമാണ് ഭഗവത്ഗീത. എങ്ങനെയാണ് ഈ ഭഗവത്ഗീത മഹാഭാരതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അതാണ് ശ്രദ്ധേയമായ സംഗതി. ഈ ഭഗവത്ഗീത ശരിക്കും അർജുനന് ഉപദേശിക്കുന്നത് കൃഷ്ണനാണെങ്കിലും മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ഭഗവത്ഗീത ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്തു സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് ഭഗവത്ഗീതയുടെ തുടക്കം. അപ്പോൾ എന്തിനാണ് ധൃതരാഷ്ട്രർ കണ്ണു കാണാത്തവനാണ്? ആ കണ്ണു കാണാത്തവന് മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ, അയാളുടെ ആ മനസ്സ് നിറയെ യുദ്ധമാകുന്ന വിജയം, യുദ്ധത്തിൽ എൻ്റെ 101 പുത്രന്മാർ ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. അതിന് ഭീഷ്മ പിതാമഹനുണ്ട്, ദ്രോണാചാര്യരുണ്ട്. ഇവരെയൊന്നും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നല്ലപോലെ അറിയുന്ന വ്യക്തിയായിരുന്നു ധൃതരാഷ്ട്രർ. ആ ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തിൽ 10-ാം ദിവസം ഭീഷ്മ പിതാമഹൻ അർജുനന്റെ ശരങ്ങളേറ്റ് ശരശയ്യയിൽ വീണുവെന്ന് കേട്ടപ്പോൾ ശരിക്കും ഭീഷ്മ പിതാമഹരുടെ പതനം ധൃതരാഷ്ട്രരെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. എന്തു പറ്റി സഞ്ജയ? എൻ്റെ വലിയ അക്ഷോഹിണി സൈന്യങ്ങൾ ഈ നിസ്സാരന്മാരായ പാണ്ഡവരോട് ഏറ്റുമുട്ടി. മാത്രമല്ല, കൗരവ സൈന്യാധിപനായ ഭീഷ്മ പിതാമഹനത ശരശയ്യയിൽ കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കിമ കുർവത സഞ്ജയ, എൻ്റെ പക്ഷക്കാർ ഒന്നും ചെയ്തില്ലേ സഞ്ജയ എന്ന് ഒരു വളരെ വേദനയോടെയാണ് ധൃതരാഷ്ട്രർ ആ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെല്ലാം തകരുമ്പോൾ നാം ചോദിക്കും: എന്തു പറ്റി എനിക്ക്? എന്താണ് സംഭവിച്ചത്? ഈ ഒരു ചോദ്യം നാം ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ധൃതരാഷ്ട്രന്മാരാകുന്നു. കാരണം നമുക്ക് കാഴ്ചയുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നില്ല. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നാം പകച്ചു പോകുന്നു. ഇവിടെ ധൃതരാഷ്ട്രർ അർജുനനെ മാനസികമായി തളർത്താൻ വേണ്ടി യുദ്ധത്തിന് മുമ്പ് ഒരു പണി ഒപ്പിച്ചു വച്ചിരുന്നു. എന്താണെന്നറിയോ? സൂചി കുത്താൻ പോലും ഇടം നൽകാത്ത പാണ്ഡവർ, അവർക്ക് അതിനുള്ള സ്ഥലം ലഭിക്കാതെ, ഒരു വീട് വെക്കാൻ പോലും സ്ഥലം കിട്ടാതിരുന്ന പാണ്ഡവർ ഉപപ്ലാവം എന്ന ഒരു സ്ഥലത്ത്, ഈ ഹസ്തിനാപുരത്തിൻ്റെ പുറത്ത് താമസിക്കുമ്പോൾ ആ പടകുടീരത്തിലേക്ക് ധൃതരാഷ്ട്രർ സഞ്ജയനെ അയക്കുന്നുണ്ട്. എന്തിനാണെന്നറിയൂ? ഈ അർജുനനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ. ആ കുടുംബത്തെ അവിടെ പോയിട്ട് സഞ്ജയൻ ഈ കൗരവന്മാരുടെ ഗുരുക്കന്മാരായ ഭീഷ്മ പിതാമഹൻ്റെയും ദ്രോണരുടെയും ഒക്കെ തന്നെ, കൃപരുടെയൊക്കെ തന്നെ വലിയ വലിയ ത്യാഗങ്ങൾ അങ്ങനെ വാഴ്ത്തി പാടാൻ തുടങ്ങി. അർജുനൻ കേൾക്കുന്നു, പഞ്ചപാണ്ഡവരെല്ലാം ഇത് കേൾക്കുന്നു. എല്ലാ കഥകളൊക്കെ കേട്ടപ്പോൾ
പിലാളി വീരനായ അർജുനന്റെ മുഖത്തൊരു ശോകഭാവം കൃഷ്ണൻ അവിടെ ഇരുന്ന് കണ്ടു. കൃഷ്ണൻ പെട്ടെന്ന് ഈ കഥയിൽ ഇടപെട്ടു. കൃഷ്ണൻ സഞ്ജയനോട് ചോദിച്ചു, പ്രമാണം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? സഞ്ജയൻ ചോദിച്ചു, പ്രമാണമോ? ഞാൻ ഈ കൗരവ രാജ്യത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു മഹത്തായ സംസ്കാരമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിന് പ്രമാണം എന്തിന്? കൃഷ്ണൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് ആ പ്രമാണമല്ല. എനിക്ക് വേണ്ടത് പഞ്ചപാണ്ഡവർക്ക് ഈ രാജധാനി കൊടുക്കാമെന്ന കൗരവന്മാർ തീരുമാനിച്ചിട്ടുണ്ടോ? അവർക്ക് ഭൂമി നൽകാൻ കൗരവന്മാർ തീരുമാനിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രമാണമുണ്ടോ? ഇല്ല, അതൊന്നുമില്ല എന്ന് സഞ്ജയൻ പറഞ്ഞു. എന്നാൽ കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ സഞ്ജയന് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു കഥയ്ക്ക് പ്രസക്തിയില്ല. ഇവിടെ യുദ്ധം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. കൃഷ്ണന്റെ ഉഗ്രമായ ഈ ശാസനം കേട്ടപ്പോൾ സഞ്ജയൻ ഞെട്ടിവിറച്ചു. അവിടുന്ന് ഭഗവാനെ വണങ്ങി തൽക്കാലം രക്ഷപ്പെട്ടു. ഈ ഒരു പണികളൊക്കെ ചെയ്തു വെച്ച ധൃതരാഷ്ട്രർ അർജുനൻ യുദ്ധത്തിന് വരുമ്പോൾ ഭീഷ്മരെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോൾ യുദ്ധം നിർത്തിപ്പോകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അർജുനനെ അവിടെ ഉയർത്താൻ ഒരു ശക്തിയുണ്ടായിരുന്നു, പാർത്ഥസാരഥിയുണ്ടായിരുന്നു. ആ അർജുനനെ നയിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായിരുന്നു. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അർജുനനെ മോട്ടിവേഷൻ ചെയ്യാൻ നിരവധി ഉപായങ്ങൾ എടുക്കേണ്ടി വന്നുവെങ്കിലും അവസാനം തൻ്റെ വിശ്വരൂപം വരെ കാണിച്ചു കൊടുത്തു. എങ്കിലും അർജുനനെ ആ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് അർജുന വിഷാദയോഗം എന്നുള്ള 1-ാം അധ്യായം ഭഗവത്ഗീത. ശരിക്കും ഭഗവത്ഗീതയുടെ എല്ലാ ഉള്ളടക്കങ്ങളും ഈ 1-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. കാരണം ഇവിടെ മനുഷ്യ മനസ്സാക്ഷിയെക്കുറിച്ച് മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ ആമുഖമാണ് 1-ാമത്തെ അർജുന വിഷാദയോഗം. ഇതിൽ എവിടെയാണ് ദുര്യോധനൻ തൻ്റെ പുത്രൻ ധൃതരാഷ്ട്രപുത്രൻ എവിടെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് വേണ്ടി വരച്ചു കാണിക്കുന്നു. ആ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിലൂടെയാണ് എന്താണ് സംഭവിച്ചത് കൗരവന്മാർക്ക്, തൻ്റെ പക്ഷത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സഞ്ജയൻ പറയാതെ പറയുന്നത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഇവിടെ നോക്കണം, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല. ആര്? ദുര്യോധനൻ. പക്ഷേ ദുര്യോധനൻ രാജാവിൻ്റെ ഭാവത്തിൽ വന്നിട്ട് ഗുരുക്കന്മാരുടെ ദ്രോണാചാര്യരോട് പറയുകയാണ്, പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. കാണുന്നില്ലേ ദ്രുപദപുത്രനെ? ദ്രോണാചാര്യരെ, ദ്രുപദപുത്രനെ അറിയോ? ആരാ ദ്രുപൻ? ദ്രുപദപുത്രൻ, ദ്രുപൻ എന്ന് പറഞ്ഞാൽ ദ്രോണരെ വധിക്കാൻ വേണ്ടി ആഭിചാരം ചെയ്ത് യാഗം ചെയ്ത് ഒരു പുത്രനെ സമ്പാദിച്ചു. ആ പുത്രനാണ് ദൃഷ്ടധ്യുമ്നൻ. ആ ദൃഷ്ടധ്യുമ്നനാണ് പാണ്ഡവരുടെ പടനായകൻ. 18 ദിവസവും പടം നയിച്ചത് ഈ ദൃഷ്ടധ്യുമ്നായിരുന്നു. ആ ദൃഷ്ടധ്യുമ്നൻ പാണ്ഡവന്മാരുടെ പക്ഷത്തുണ്ട്. ഈ ദൃഷ്ടധ്യുമ്നനെ ആയുധവിദ്യ പഠിപ്പിച്ച് ദ്രോണാചാര്യരാണ്. ആ തൻ്റെ വത്സര ശിഷ്യനായ ദൃഷ്ടധ്യുമ്നനെ കാണുന്നില്ലേ എന്നാണ്
പരിഹാസപൂർവം നമ്മുടെ ദുര്യോധനൻ ഗുരുവിനോട് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോൾ ദ്രോണർ ഒന്നും മിണ്ടാതിരുന്നു. തുടർന്ന് വീണ്ടും ദുര്യോധനൻ പറയുന്നു, പശ്യതാം പാണ്ഡപുത്രാണാം ആചാര്യമഹതീം ശമും വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. ആ ദുഷ്ടുധമ്മനൻ്റെ പടയെ ശരിക്കു നോക്കിയാലും പിന്നെയും പറയാണ്, അത്ര ശൂരാ മഹേഷസ്വ ഭീമാർജുന സമായുധി യുയുദ്ധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ കുരുചിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുംഖവ യുദ്ധാമന്യശ്ച വിക്രാന്ത ഉത്താമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ്വയേവ മഹാരഥ. പിന്നെയുമല്ല കുറേ വില്ലാൾ വീരന്മാരുടെ പേരുകളിൽ പറയാണ്. സാത്വികി, വിരാടൻ, ദ്രുപദൻ, ദൃഷ്ടകേതു, ചൈകിതാനൻ, വീരവാനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, നരോത്തമനായ ശൈഭ്യൻ, യുധാമന്യു, ഉത്തമോജസ്, സുഭദ്രയുടെ പുത്രനായ അഭിമന്യു, ദ്രൗപദിയുടെ പുത്രന്മാർ, ഇവരെല്ലാവരും ഉണ്ട്. ആരാണ് പട നയിക്കുന്നത്? അങ്ങയുടെ പ്രിയ ശിഷ്യനായ ദൃഷ്ടധ്യുമ്നനും. അസ്മാകം തു വിശിഷ്ട്യായോ താൻ നിബോധ ദിജോത്തമു നായക മമ സൈന്യസ്യ സഞ്ചാർത്ഥം താൻ ബ്രവീമിതേ. മമ സൈന്യം, അപ്പൊ എൻ്റെ സൈന്യം ആണ്. ആരാണ്? രാജാവ് പോലുമല്ല ദുര്യോധനൻ, സ്വയം രാജാവാണെന്ന് അഭിമാനിക്കുകയാണ്. അങ്ങനെ നല്ല അഭിക്കുകയാണ്. പട നയിക്കുന്നത് ഭീഷ്മരാണ്. ഭീഷ്മരുടേതാണ് സൈന്യം. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് ദ്രോണാചാര്യരാണ്. ആ ദ്രോണരുമല്ല. മമ സൈന്യം, എൻ്റെ സൈന്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറയാം, കേട്ടോളൂ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമതിഞ്ചയ അശ്വത്ഥാമവികർണശ്ച സോമദത്തിസ്തദൈവ ച. അങ്ങ് ഭീഷ്മരി, കർണൻ, ജയശീലനായ കൃപർ, അതുപോലെ അശ്വത്ഥാമാവ്, വികർൺ, സോമദത്തൻ, ഇങ്ങനെ എത്രയെത്രയോ ശൂരന്മാരും എല്ലാവരും ഇവിടെ സന്നിധരായിട്ടുണ്ട് എനിക്ക് വേണ്ടി പട നയിക്കാൻ. എനിക്ക് വേണ്ടിയാണ്, കൗരവന്മാർക്ക് വേണ്ടിയല്ല. ശ്രദ്ധിക്കണം, ഇവിടെ മമ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പറയുന്നത്. പിന്നെ പറയാം, അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ജിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. പര്യാപ്തമാണ് എങ്കിലും ഒരു സംശയം. ഇവരൊക്കെ മതിയോ? ഭീഷ്മ പിതാമഹനാൽ സംരക്ഷിതമായി നിൽക്കുന്ന ഈ സൈന്യം അജയ്യമാണ്. എന്നാൽ ഭീമന്റെ സൈന്യത്തെ അത്ര പെട്ടെന്ന് അവനെ തോൽപ്പിക്കുക എളുപ്പവുമല്ല. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാം ഭീഷ്മോവേഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവിഹി ഭീഷ്മേവാഭിരക്ഷന്തു. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യണം, ഭീഷ്മരെ വീഴാതെ നോക്കണം. ഭീഷ്മരെ വീഴാതെ നോക്കണം എന്നിവിടെ പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഭീഷ്മരും പാണ്ഡവരോട് ചായ്വുള്ള ആളാണ്. ധർമ്മത്തിൻ്റെ പക്ഷത്ത് എപ്പോൾ വേണമെങ്കിലും പോയി നിൽക്കാം. ദുര്യോധനൻ നല്ലതുപോലെ അറിയാം, ഞാൻ ചെയ്യുന്നത് അധർമ്മമാണ്, പാണ്ഡവർക്ക് അവകാശപ്പെട്ട ഭൂമി നൽകാത്ത കാരണമാണ് ഈ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ പക്ഷത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ദ്രോണാചാര്യരും കൃപരും നമ്മുടെ സേനാനായകനായിട്ടുള്ള ഭീഷ്മ പിതാമഹനും നിൽക്കാമെന്നുള്ളൊരു സംശയം ഈ ദുര്യോധനൻ്റെ മനസ്സിലുണ്ട്. ദുര്യോധനനെ ഈ ഒരു ചിന്ത എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ തനിക്ക് വേണ്ടി പടം നയിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സ്, വാത്സല്യം പാണ്ഡവരോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഭീഷ്മരെ വിടാതെ പിടിച്ചോളണം, ഭീഷ്മരെ എങ്ങോട്ടും പോവാതെ, ഭീഷ്മരെ പടക്കളത്തിൽ തന്നെ ഇല്ലേ എന്ന് എപ്പോഴും ചിന്തിച്ച് ഭീഷ്മരെ രക്ഷിക്കൂ, എന്നാൽ നമുക്ക് ജയമുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകൾ
ഇങ്ങനെ യുദ്ധഭൂമിയിൽ പരക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഭീഷ്മ പിതാമഹൻ ഇടപെടുകയാണ്. അതാ ദ്രോണരോട് പറയുന്നു, നിങ്ങൾ പഠിപ്പിച്ച ആ വലിയ ഒരു വില്ലാളി വീരനാണ് പാണ്ഡവർക്ക് വേണ്ടി അവിടെ യുദ്ധസന്നദ്ധനായി നിൽക്കുന്നത്. ദൃഷ്ടദ്യുമ്നനെ കാണുന്നില്ലേ? അങ്ങാണ് ഇതിന് കാരണക്കാരൻ. അവനെ വിദ്യ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഉണ്ടാവുമായിരുന്നോ എന്നുള്ള ചോദ്യം കണ്ട് ഭീഷ്മ പിതാമഹനോടുള്ള സംശയം ദുര്യോധനൻ ഇങ്ങനെ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മാനസികമായി തളർത്തുകയാണ് ദുര്യോധനൻ തൻ്റെ പക്ഷത്തുള്ള പടനായകരെ. ഇത് കണ്ട് ഭീഷ്മ പിതാമഹൻ ഉച്ചത്തിൽ ശംഖനാദം മുഴക്കി. അപ്പോൾ കുരുവൃദ്ധനായ പിതാമഹൻ സിംഹനാഥം വിന്യതച്ച് ശംഖം തത്വോ പ്രതാപവാൻ. അങ്ങനെ ഈ ഒരു നെഗറ്റീവ് എനർജി പോക്കാൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ ഉച്ചത്തിൽ ശംഖ് വിളിച്ചു. ആ ശംഖുവിളിയിൽ അങ്ങനെ യുദ്ധം മുഖമാകി പിന്നെ അങ്ങോട്ട് വലിയ ശബ്ദഘോഷങ്ങൾ കൊണ്ട് പണവ ആനക ഗോമുഖി കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കുന്നു. ദേവദത്തം ധനഞ്ജയൻ അർജുനൻ ദേവദത്തം മുഴക്കുന്നു. മഹാശംഖമാകും ഭീമകർമ്മോ ദുഗോദര. അങ്ങനെ പലതരത്തിലുള്ള വിജയ ശംഖുകൾ മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധം സജീവമായി നിൽക്കുന്നു സമയത്താണ് ഒരു പുതിയ എൻട്രി അവിടേക്ക് വരുന്നത്. എന്താണ് എൻട്രി എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.